ഈയടി കള്ളി അവളൊക്കെ എവിടാന്ന് തോന്നുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല. BA പഠിച്ചാലും MA പഠിച്ചാലും എന്നെ മറക്കാം ഉള്ളല്ലോ. ജ്യോതിഷം ബാലരമ കുടിച്ചത് ഇതെങ്ങനെയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കോസ് മറന്നാലും ടാൻ മറന്നാലും ഇന്നത്തേക്കുള്ള കിട്ടി. കയറി വരിക. വിഷ്ണുമായ അല്ല കൃഷ്ണമായ കുട്ടിച്ചാത്ത എല്ലാരും രക്ഷിക്കട്ടെ. ഈ മഴയും പിടിച്ചിട്ട് എന്ത് വള്ളിക്കേസിട്ടാണോ വന്നേക്കുന്നേ. അന്ന് പറ്റിയത് വള്ളിക്കെട്ടാണെങ്കിലേ ഇപ്പൊ കുരങ്ങന്റെ സുനപിടങ്ങി അവസ്ഥ എന്റേത് തന്നെ. ഇപ്പൊ കുറെ നാളായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. എന്തെങ്കിലും പറ്റിയതല്ലേ തിരുമേനി ഇങ്ങോട്ട് വരാൻ പറ്റൂ. അല്ല അന്ന് നമ്മൾ തന്നു വിട്ട മറ്റേ കസ്തൂരാതി ഗർഭലേഖ്യം കലങ്ങിയായിരുന്നു. അന്ന് തന്നെ രഘുവില്ലേ നല്ല പോലെ തിരിച്ചടിച്ചു. വിറകടുപ്പിൽ അരി വെച്ചോണ്ടിരുന്നവക്കെ ഇപ്പൊ ഇലക്ട്രിക് വേണോ. അവളെന്നെ ഊറ്റിക്കൊണ്ടിരിക്കുക. അവള് ഉയർച്ചയില്ല, തീരെ ഉയർച്ചയില്ല. ഉയരാത്തതും പൊങ്ങാത്തതുമായിട്ടുള്ള എത്രയോ സാധനങ്ങൾ നോമ്പ് പൊക്കിയിരിക്കണോ. ഏകവതി ഭൂതാശു പ്രമാണം. ഇപ്പൊ തനിക്ക് അടിയിലൂടെ എന്തെങ്കിലും പണി വരണ്ടോന്ന് അറിയണം. നോക്കട്ടെ. ഒരു പൊതുരീതിയിൽ ഇരിക്കുമ്പോൾ മുണ്ടഴിച്ചിട്ടുള്ള മര്യാദ ഇങ്ങനെ കാണിക്കുക. കണ്ടല്ലേ, ആ ഭൂതനെ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതിനാകെ ഇനി പ്രതിവിധിയെ നാം കാണുന്നുള്ളൂ. നാളെ പുലർച്ചെ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരിക. വരുമ്പം 2 പടല പഴം, 1 കവർ ബിസ്ക്കറ്റ്, 2 കവർ ചിപ്സ്. അതും അജയൻ്റെ കടയിൽ തന്നെ വാങ്ങണം. കൂട്ടുചേതന് 1 കുപ്പി വാറ്റും കൂടെ കൊണ്ടുവന്നോ. ഇന്നെനിക്കിനി ഒന്നിനും വയ്യ. ചിപ്സോ ബിസ്ക്കറ്റാ എന്ത് തേങ്ങ വേണോ കൊണ്ടുവരാം. ആ ഭൂതന ഒഴിഞ്ഞു പോയാൽ മതി. അല്ല തിരുമേനി, ഈ ചിപ്സും ബിസ്ക്കറ്റും എന്തിനായിരുന്നു? പിന്നെ എൻ്റെ കൊച്ചിന് പിന്നെ സ്കൂളിൽ കൊണ്ട് പിന്നെ ചിപ്സും ബിസ്ക്കറ്റും ഇല്ലാതെ കൊണ്ട് അല്ല പിന്നെ ബാലരമ കുട്ടിച്ചത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ വരണേടേ, കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാനുള്ളതാണ്. ആണ്ടവാ, എങ്ങനെയൊക്കെ പറ്റിച്ചാലേ ജീവിക്കാൻ പറ്റുക.